സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് പുതിയ സാരിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ചിറ്റ. അന്നേരം ഈ സാരി ആർക്കാന്ന് ചോദിക്കുമ്പം പിന്നെ നല്ല സാരിയൊക്കെ കൊടുക്കണ്ടേ, നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് നമ്മുടെ ബന്ധുക്കളെല്ലാം കൂട്ടിക്കൊണ്ട് വരുമ്പം നല്ല സാരിയൊക്കെ കൊടുത്ത് നിൽക്കണ്ടേ എന്ന് ചോദിക്കുമ്പം പിങ്കി ചോദിക്കുവാണ്, ആഹാ അപ്പോൾ വയറ് കാണൽ ചടങ്ങ് അത് എൻ്റെ ആണോ അത് ചിറ്റയുടെ ആണോ എന്ന് ചോദിക്കുമ്പം ആരുടെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് നിൽക്കണ്ടേ എന്ന് ചോദിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ട് മോഹിനി വരും. എന്നിട്ട് എന്താ ചിറ്റയും മോളോട് ഒരു സംസാരം എന്ന് ചോദിക്കുമ്പം അതേ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വരുമല്ലേ, അന്നേരം നന്നായിട്ട് നിൽക്കാൻ വേണ്ടി ഞാനൊരു സാരി മേടിച്ചു, അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, എനിക്ക് അതല്ല വിശ്വസിക്കാൻ പറ്റാത്തത്, ഇങ്ങനൊരു ചടങ്ങിന് വരാമെന്ന് പ്രൊഫസർ സമ്മതിച്ചു എന്ന് പറയുമ്പോഴാണ് എനിക്കതിൻ്റെ അകത്തൊരു പൊരുത്തക്കേട് തോന്നുന്നത്. ആ പ്രൊഫസർക്കെങ്കിലും വിവരമില്ലേ, പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് പിങ്കിയുടെ കുഞ്ഞല്ല എന്നുള്ളൊരു ബോധ്യമില്ലേ എന്ന് ചോദിക്കും. അന്നേരം പിങ്കിക്ക് ദേഷ്യം വരുവേ. അപ്പോൾ പിങ്കി പറയുന്നുണ്ട്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെയാണ് എന്ന് വിശ്വസിക്കാനും അത് അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് എൻ്റെ പപ്പയ്ക്കുണ്ട്, അത് നിങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയും. അന്നേരം അതിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചിറ്റയും. അത് തന്നെ ഇവിടെയുള്ളവർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ, അതിനുള്ള ഹൃദയവിശാലതയൊന്നും ഇവർക്കില്ല എന്ന് പറയുവാണ്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അല്ല ആരാൻ്റെ കുഞ്ഞിനെ തൊട്ടിൽ കെട്ടേണ്ട കാര്യമില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞോളൂ, ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ നന്ദയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും. അന്നേരം പിങ്കിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. കറക്റ്റ് ടൈമിൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അന്നേരം പിങ്കി പറയുകയാണ്, ആഹാ ഇത് പപ്പയുടെ മെസ്സേജാ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനായിരിക്കും എന്ന് പറയുമ്പോഴേക്കും വലിയ ആൾ കളിച്ച് ചിറ്റ പറയുകയാണ്, അതങ്ങ് പ്ലേ ചെയ്യും മോളെ, ഇവരൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുവാണ്. ഏതായാലും പിങ്കി അത് പ്ലേ ചെയ്യുന്നു. അന്നേരം അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, മോളെ ഇങ്ങനൊരു ചടങ്ങിനെ പറ്റി മോൾ എന്നോട് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. പിന്നീട് ഞാൻ ഈ കാര്യം നിൻ്റെ അമ്മയോട് പറഞ്ഞപ്പം അമ്മ എന്നെ ശകാരിക്കുവാണ് ചെയ്തത്, ഇങ്ങനെയൊരു കാര്യത്തിന് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ മോളുടെ കുഞ്ഞ് അല്ലല്ലോ അത്, അവൾ പ്രസവിക്കുന്നത് അവളുടെ കുഞ്ഞിനെയല്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനൊരു ചടങ്ങിന് പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചടങ്ങിന് വരാൻ അച്ഛന് പപ്പയ്ക്ക് താല്പര്യമില്ല. പിന്നെ മോള് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് മോൾക്ക് നിർബന്ധമാണെങ്കിൽ പപ്പ പറഞ്ഞ് മമ്മി കൊണ്ട് സമ്മതിപ്പിച്ച് ഈ ചടങ്ങ് അങ്ങ് നടത്തിക്കാം. പക്ഷേ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയായ നന്ദയും നന്ദയുടെ ബന്ധുക്കളും അവിടെ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ആ ചടങ്ങ് പൂർണ്ണമാകുള്ളൂ. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പപ്പ വിളിക്കാം. ഇതാണ് ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം. എന്നിട്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഞാനൊരു ഫോൺ കോളിലൂടെ ഇത് നിന്നെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പറയാൻ നീ എന്നെ സമ്മതിക്കത്തില്ല, ഇടയ്ക്ക് കയറും, അതുകൊണ്ടാണ് പപ്പ ഇങ്ങനൊരു വോയിസ് മെസ്സേജ് നിനക്ക് അയച്ചത് എന്നും പറയുന്നുണ്ട്. അന്നേരം ഇത് കേൾക്കുന്ന മോഹിനിയുടെ മുഖത്തൊരു കള്ളച്ചിരിയും കളിയാക്കലും ഒക്കെ വന്നുണ്ട്. അത് കേട്ടിട്ട് ആകെ കണ്ടിട്ട് വിഷമിച്ച് നിൽക്കുക കേട്ടോ പിങ്കിയും ചിറ്റയും. എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ. നേരം മോഹിനി പറയുന്നുണ്ട്, ഇപ്പോഴാണ് ശരിയായത്, ഏതായാലും പ്രൊഫസർക്ക് വിവരമുണ്ട്, കണ്ടവൻ്റെ കുഞ്ഞിന് വേണ്ടി ഇതുപോലുള്ള ചടങ്ങ് നടത്തേണ്ട കാര്യമില്ല, അത് നന്ദയുടെ കുഞ്ഞാണെന്നുള്ള ബോധ്യം പ്രൊഫസർ കയ്യിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവാണ്. അന്നേരം ദേഷ്യം വന്നിട്ട് ചിറ്റ പറയും, ഇത് എന്തൊരു കഷ്ടമാണ്, ഇവിടെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പപ്പയെ വിളിച്ചു വരുത്തണം മോളെ എന്ന് പറയുവാണ് ചിറ്റ. അന്നേരം പിങ്കി പറയുന്നുണ്ട്, എന്തിനു വേണ്ടി, നന്ദയെ മനസ്സുകൊണ്ട് അംഗീകരിച്ച ആളാണ് പപ്പ, പപ്പ ഇവിടെ വന്നിട്ട് മിക്കവാറും നന്ദനെ അനുഗ്രഹിച്ചിട്ട് പോകും, അത് നമ്മൾ കാണണ്ടേ, അതുകൊണ്ട് ഇനി ഇങ്ങനൊരു ചടങ്ങ് നടത്തണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം ആലോചിക്കാമെന്ന് പറയും. എന്നിട്ട് പപ്പയ്ക്ക് തിരിച്ച് മെസ്സേജ് ഇടുവാണ്, പപ്പ വരണ്ട, ഒരിക്കലും വരണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ചമ്മി നാറി നിൽക്കുവാണ്, അടുത്ത പ്ലാനിന് വേണ്ടി ആലോചിക്കുന്നു. പിന്നീട് പവിത്രയും അരുണിനെയാണ് കാണിക്കുന്നത്. അരുൺ പറയുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ടാണല്ലോ നിൻ്റെ അച്ഛനെയും ആ സജയനെയും ഞാൻ പോയി കണ്ടത്, പക്ഷെ അവർ വിടുന്ന ലക്ഷണമില്ല എന്ന് പറയും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്, കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാനിത് അരുണേട്ടനോട് പറയേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുവാണ്. അന്നേരം അരുൺ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ, നീ അന്ന് ചിലപ്പോൾ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര കൂളായിട്ട് എനിക്കിത് എടുക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് സജയൻ ആരാണ് എന്നും നിൻ്റെ അച്ഛൻ്റെ കുരുട്ടുബുദ്ധി എത്രത്തോളം ഉണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, കാരണം നിൻ്റെ ഭർത്താവല്ലേ ഞാൻ എന്ന് ചോദിക്കും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, അവരിതൊന്നും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനിയും എന്നെ നാണം കെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പം അരുൺ പറയുന്നുണ്ട്, ചെയ്യും, അതെനിക്കറിയാം, അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി, പക്ഷേ അവരെന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാലും ഇവിടെയുള്ളവർ അത് വിശ്വസിക്കരുത്, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് അരുൺ പറയുവാണ്. അങ്ങനെ പവിത്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് നിർത്തി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വെല്ലുമ്മയ്ക്ക് ഒരു ചായ കൊണ്ട് കൊടുക്കുകയാണ് മോഹിനി. അന്നേരം വെല്ലുമ്മ, ഈശ്വര ഇന്ന് കാക്ക മലർന്നു പറക്കൂലോ, എന്നെ പറ്റി മോഹിനി എന്ന് ചോദിക്കും. അന്നേരം എന്താ വലിയടത്തി അങ്ങനെ പറയാമെന്ന് ചോദിക്കുമ്പം, അല്ല നിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, സാധാരണ ഇതെല്ലാം എനിക്ക് കൊണ്ടുതരുന്നത് ലക്ഷ്മിയാണ്, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പം, ഓ
ലക്ഷ്മിയെടുത്തിയോടാണ് വലിയടത്തേക്ക് ഇപ്പോൾ ഇഷ്ടം എനിക്കറിയാമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാടിയെന്ന് പറയും. അപ്പോൾ രണ്ടുപേരും ഇത്തിരി കൂൾ മൈൻഡാണ് എന്ന് കാണുമ്പം അരുൺ വിചാരിക്കുവാണ് ഇപ്പം തന്നെ കാര്യങ്ങൾ പറയാം, ഇതുപോലൊരു സാഹചര്യം എനിക്ക് കിട്ടില്ല എന്ന്. ഏതായാലും അരുൺ അടുത്തേക്ക് വരുമ്പോഴേക്കും വലിയമ്മ ചോദിക്കുന്നുണ്ട്, ആഹാ നീ എന്താണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്, ഈ സമയത്ത് നിന്നെ ഇവിടെ കാണാത്തതാണല്ലോ എന്ന് പറയും. അന്നേരം അരുൺ പറയുന്നുണ്ട്, ഇന്നലെ ഷോപ്പിൽ ഒരു സംഭവം നടന്നു, അത് പറഞ്ഞിട്ട് പോകാം എന്ന് ഓർത്ത് ഞാൻ നിന്നതായെന്ന് പറയും. അന്നേരം എന്താ സംഭവം എന്ന് ചോദിക്കുക. അന്നേരം അരുൺ പറയുന്നുണ്ട്, ഇന്നലെ പവിത്രയുടെ അച്ഛൻ ഷോപ്പിൽ വന്നായിരുന്നു, എന്നിട്ട് അയാൾ പറയുക അന്ന് ഇവിടെ വന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ 20 ലക്ഷം രൂപ അല്ലെങ്കിൽ ഡിവോഴ്സ് ഇതിലേതെങ്കിലും അയാൾക്ക് വേണമെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം വലിയമ്മ പറയുന്നുണ്ട്, അയാൾക്ക് 20 കൊട്ടത്തേങ്ങ പോലും കൊടുക്കില്ല എന്ന് എനിക്ക് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട്, നീ അതെല്ലാം കേട്ടോണ്ട് നിന്നോ, കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയും. അന്നേരം വലിയമ്മ മിടുക്കൻ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുക കേട്ടോ. അന്നേരം അരുൺ പറയുന്നുണ്ട്, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് എന്ന് പറയും. അന്നേരം എന്താ എന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയുവാണ്, ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ വാശിക്ക് അയാൾ പറയുക എന്നെയും പവിത്രയും തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കുമെന്ന്. അങ്ങനെ വാശിക്ക് പറയുകയും ചെയ്തു, അതിനു വേണ്ടി നിങ്ങളെ രണ്ടുപേരെയും കരുവാക്കൂ എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും. അന്നേരം വരുമ്പോൾ പിന്നെ അത് നടന്നതുമായെന്ന് പറയുമ്പം ഉവ്വന്നേ അതിനു വേണ്ടി ഒരു കള്ളക്കഥ മെനഞ്ഞ് എന്നോട് പറയുകയും ചെയ്തു എന്ന് പറയും. അന്നേരം കള്ളക്കഥയോ അതെന്താ എന്ന് ചോദിക്കും. അന്നേരം ഈ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്, എന്നുവെച്ചാൽ സജനെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്ന് പറയുമെന്ന്. അപ്പം അത് കള്ളക്കഥയായിട്ടാണ് അരുൺ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും വലിയമ്മ പറയുന്നുണ്ട്, ഇതൊന്നും നടക്കണ കാര്യമല്ല, പവിത്ര നിൻ്റെ കൂടെ നിൽക്കുമെന്ന് വയ്ക്കും. അന്നേരം പവിത്രയ്ക്ക് ഇത് കേട്ടപ്പോൾ തൊട്ട് ദേഷ്യമാണ്, പവിത്ര നമ്മുടെ കൂടെ തന്നെ ഉറച്ച് നിൽക്കുമെന്ന് പറയുമ്പം മോഹിനിയും പറയുന്നുണ്ട്, എങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പവിത്ര സൂക്ഷിച്ചാൽ മതി, അവൾ ചിലപ്പം പ്ലേറ്റ് മാറ്റുമെന്ന് പറയും. അന്നേരം ഇല്ലമ്മേ ഉറപ്പായിട്ടും ഇല്ല എന്ന് പറയുമ്പം എങ്കിൽ അയാളിങ്ങ് വരട്ടെ, അയാൾ പൊളിച്ചെടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയുമ്പോഴത്തേക്കും അരുണൊരു സമാധാനം കേട്ടോ. കാരണം അരുൺ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. പിന്നീട് നന്ദയെ കാണിക്കുന്നു. നന്ദ ആരോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിറ്റ ഇങ്ങനെ ഫ്രണ്ട് വശം ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണ്, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേക്കും ഒരു ഫുഡ് ഓർഡർ വരുന്നു. ആ സാധനം അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ആരും കാണാതെ സാരിത്തുമ്പ് വെച്ച് മറച്ച് കൈ പിടിച്ചുകൊണ്ട് പോവാം. അന്നേക്കും നന്ദ ചിറ്റ എന്ന് വിളിക്കും. അന്നേരം എന്താ എന്ന് ചോദിക്കുമ്പം ചിറ്റ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്തിറങ്ങിയെന്ന് വെയിലും ഉള്ളുമായിരുന്നു, എത്ര നേരമോ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്, എന്നിട്ട് കയറി വരുന്ന വരവാ എന്ന് പറയും. അന്നേരം എന്താ ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി വന്നത്, അതെന്താ വാങ്ങിച്ചത് എന്ന് വയ്ക്കും. അന്നേരം അത് കുറച്ച് ഫുഡ് വാങ്ങിച്ചതാ, അതിപ്പോൾ എന്താ ഇവിടെ വാങ്ങിക്കാൻ മേലേ എന്ന് വയ്ക്കും. അന്നേരം വാങ്ങിക്കാൻ മേല എന്നൊന്നുമില്ല, പക്ഷേ പിങ്കിക്ക് കഴിക്കാൻ മേലാത്ത കുറച്ച് ഫുഡുണ്ട്, അത് ഇവിടെ മേടിക്കാൻ പറ്റില്ല, അത് ഞാൻ പ്രശ്നമാക്കും എന്ന് പറയും. അന്നേരം അങ്ങനെയുള്ള ഫുഡൊന്നുമല്ല, ഇത് എന്തൊരു കഷ്ടമായി, ഇത് എനിക്ക് ഫുഡ് വാങ്ങിക്കാൻ മേലെ എന്നൊക്കെ പറഞ്ഞ് തുള്ളി അങ്ങോട്ട് പോവുക. അന്നേരം നന്ദ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇതെന്തോ കള്ളത്തരമാണല്ലോ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമല്ലോ എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈ സമയം വിശന്ന് ഇങ്ങനെ നോക്കിയിരിക്കും, ഇപ്പോൾ ഫുഡ് വരുമെന്ന് ഓർത്ത് നോക്കിയിരിക്കുകയാണ് പിങ്കി. നേരെ ചിറ്റ റൂമിലേക്ക് വരുന്നു, വാതിൽ കുറ്റിയിട്ടിട്ട് അത് കയ്യിലോട്ട് കൊടുക്കുന്നതെങ്കിൽ മണത്ത് നോക്കിയിട്ട് പിങ്കി പറയുക, നല്ല ബീഫും പൊറോട്ടയാണ്, അതിന് മണം കേട്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, പെട്ടെന്നൊരു പാത്രം എടുത്തുകൊണ്ട് പോവാം, ഞാൻ കഴിക്കട്ടെ എന്ന് പറയും. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, നന്ദയ്ക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും കഴിച്ചോണെന്ന് പറയും. അന്നേരം ഓറിനോട് ഓർഡർ ചെയ്യായിരുന്നു, ചിറ്റിക്കൂടെ കഴിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പം അയ്യേ എനിക്ക് ഈ ബീഫൊന്നും ഒട്ടും ഇഷ്ടമില്ല, ഞാൻ മീൻ കഴിക്കും, പിന്നെ നിർബന്ധിച്ചാൽ നല്ല കഷ്ണമാണെങ്കിൽ ഒരു പീസ് ചിക്കൻ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്കിങ്ങനെ വേണ്ട എന്ന് പറയും. ഏതായാലും പാത്രം എടുത്തുകൊണ്ട് വന്ന് അതെടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും പിങ്കി ഇങ്ങനെ കൊതി വിടുവാണേ, എനിക്കെൻ്റെ മണം അടിക്കുമ്പോഴേക്കും എൻ്റെ നാവിൽ വെള്ളം വരുക, ചിറ്റിക്ക് വേണോ ഒന്നുകൂടെ ചോദിക്കും. അന്നേരം വേണ്ട, നീ തന്നെ കഴിച്ചാൽ മതി, പയ്യെ സാവധാനം കഴിച്ചാൽ മതി, ഇത് മൊത്തം നിനക്കുള്ളതായെന്ന് പറയും. അതൊക്കെ അതിൽ നിന്നൊരു പീസ് എടുത്തിങ്ങനെ വായിലോട്ട് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഡോറെ മുട്ടും. അന്നേരം ചിറ്റ ഈശ്വര അത് നന്ദയാണെന്ന് തോന്നി, ഇത് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അന്നേരം ഒരു കാര്യം ചെയ്യാം, ഏതായാലും ചിറ്റി ഇവിടെ ഇരിക്കുക, ചിറ്റിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറയാം, അവളത് വിശ്വസിച്ച് അങ്ങ് പോയിക്കോളും, അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാമെന്ന് പറയും. ഏതായാലും ഡോറ് തുറക്കുമ്പോൾ നന്ദയാണേ. അപ്പം നന്ദ ചോദിക്കും, അതെ നേരത്തെ ഇങ്ങോട്ടൊരു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നെ കണ്ടായിരുന്നു നിൻ്റെ ചിറ്റ, അത് ആർക്ക് വേണ്ടിയാണ്, എന്തായിരുന്നു ഫുഡ് എന്ന് ചോദിക്കും. അന്നേരം അത് ബീഫും പൊറോട്ടയായിരുന്നു എന്ന് പറയുമ്പോൾ അത് നിനക്ക് കഴിക്കാൻ മേലെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്കല്ല, നീ അത് ചിറ്റയ്ക്കാണ് വാങ്ങിച്ചത്, നിനക്ക് സംശയമുണ്ട് കയറി നോക്കുക എന്ന് പറയും. അന്നേരം ഞാൻ കയറി നോക്കും എന്ന് പറഞ്ഞാൽ നന്ദ അകത്തോട്ട് കയറി നോക്കുമ്പം ആ ബീഫിൻ്റെയും പൊറോട്ടയുടെയും ഫ്രണ്ട് വിഷമിച്ചിരിക്കും കേട്ടോ ചിറ്റ. ചിറ്റിക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ഇത് എന്ന് ചോദിക്കും. അന്നേരം നന്ദ എന്നിട്ട് എന്താ ചിറ്റ കഴിക്ക് ചിറ്റെന്ന് പറയുമ്പോൾ ചിറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അന്നേരം പിങ്കിക്ക് ഭക്ഷണമൊന്നും വേണ്ടേന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഞാൻ അടുക്കളയിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു, അന്നേരമാണ് ചിറ്റി ഫുഡ് കൊണ്ട് വന്നത് എന്ന് പറയും.
എനിക്ക് ഈ സമയത്ത് സാലഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണ് ഇഷ്ടമെന്നും പിങ്കി പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഏതായാലും നിനക്കുള്ള സാലഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി അടുക്കള വരെ നടന്ന് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സാലഡ് കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് ചിറ്റിയോട് പറയും, ചിറ്റി എന്താ കഴിക്കാതിരിക്കുന്നത്, ഇത് മൊത്തം കഴിക്കുക, അല്ലെങ്കിൽ ഇത് പിങ്കിക്ക് മേടിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും, അതെല്ലാവരോടും പറഞ്ഞ് പ്രശ്നമാക്കുകയും ചെയ്യും എന്ന് പറയും. അന്നേരം വേറെ നിവൃത്തിയിലാണ്ട് ചിറ്റ കണ്ണടച്ച് പിടിച്ച് വിഷമിച്ചാട്ടത് കഴിക്കുന്നത്. അത് കാണുന്നത് നന്ദയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദ പറയുന്നുണ്ട്, ചിറ്റി ഇത് മൊത്തം തിന്ന് തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന്. അങ്ങനെ വിഷമിച്ച് കണ്ണടച്ച് പിടിച്ചും ഒക്കെ ഒരു വിധം അതങ്ങച്ച് തീർക്കുവാണ്. ഈ സമയം സാലഡ് ഓരോന്നെടുത്ത് ഇങ്ങനെ വായി വെച്ചിട്ട് ആ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ വിഷമിച്ചാണ് പിങ്കി സാലഡ് കഴിച്ച് തീർക്കുന്നത്. അത് കഴിച്ച് തീർത്ത് കഴിയുമ്പോഴേക്കും നന്ദയോട് ചോദിക്കുവാണ് പിങ്കി, നിനക്കിപ്പോൾ സമാധാനമായോ, ചിറ്റി അത് മൊത്തം കഴിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കള്ളച്ചിരിയോട് നിൽക്കുന്നത് നന്ദയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും.